Hi, welcome to Lash Class. BA second semester Advanced English Language Skills for Literatures ദ ജിപ്സി ഗോഡസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യം നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ആന്തോളജി ഓഫ് പോയംസ് റിട്ടൺ ബൈ മീന കന്ദസ്വാമി. നമ്മുടെ ഈ നോവലിന്റെ ഓതർ ആയിട്ടുള്ള മീന കന്ദസ്വാമി പോയട്രി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ പോയട്രി ഏതൊക്കെയാണ് ചോദിക്കുന്നത്. ദി ആന്തോളജീസ് ഓഫ് പോയംസ് റിട്ടൺ ബൈ മീന കന്ദസ്വാമി ആർ ടച്ച് ആൻഡ് മിസ് മിലിറ്റൻസി. ദേ ആർ അമംഗ് ഹെർ ഇമ്പോർട്ടന്റ് വർക്ക്സ്. ടച്ച് എന്ന പേരിലും അതുപോലെ തന്നെ മിസ് മിലിറ്റൻസി എന്ന പേരിലും രണ്ട് പോയട്രി ബുക്സ് ആണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതും ഈ നോവൽ പോലെ തന്നെ അവരുടെ ഇമ്പോർട്ടന്റ് വർക്ക്സിൽ ഉൾപ്പെടുന്നതാണ്. വേർ ഡിഡ് ദ വില്ലേജേഴ്സ് സീക്ക് ഷെൽട്ടർ. ഇനി നമ്മുടെ നോവലിനകത്ത് ഈ ഗ്രാമീണർ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അവർ എവിടെയാണ് ഒരു അഭയം തേടിയതെന്നാണ് ചോദിക്കുന്നത്. ദ വില്ലേജേഴ്സ് sought ഷെൽട്ടർ ഇൻ പാപ്പ ആൻഡ് രാമയ്യാസ് ഹട്ട്. ദേ ബിലീവ്ഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് സ്റ്റേയിങ് ടുഗദർ. പാപ്പയുടെയും രാമയ്യയുടെയും കുടിലാണ് വില്ലേജേഴ്സ് എല്ലാം അഭയം തേടിയത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് അവരുടെ സുരക്ഷിതത്വത്തിന് നല്ലത് എന്ന രീതിയിലാണ് അവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് തന്നെ ഒത്തുകൂടുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, കമന്റ് ഓൺ ദ നരേറ്റീവ് സ്റ്റൈൽ എംപ്ലോയിഡ് ബൈ മീന കന്ദസ്വാമി. ഈ നോവലിനകത്തുള്ള നരേറ്റീവ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. മീന കന്ദസ്വാമി എംപ്ലോയ്സ് എ ഹൈലി ഇന്റൻസ് ആൻഡ് എക്സ്പെരിമെന്റൽ നരേറ്റീവ് സ്റ്റൈൽ. വളരെ ഇന്റൻസ് ആയിട്ടുള്ള, അതായത് ആ ഒരു വയലൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനോട് കൂടിയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു നരേറ്റീവ് ആണ്. അതുകൂടാതെ എക്സ്പെരിമെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ കൂടി അവർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ദ ചാപ്റ്റർ മൂവ്സ് ഫോർവേഡ് ഇൻ ലോങ് ഫോളോവിങ് സെന്റൻസസ് വിത്തൗട്ട് പോസസ്. ആ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ ഒരൊറ്റ സെന്റൻസ് പോലെയാണ്. അത് പല പാരഗ്രാഫുകൾ ഉണ്ടെങ്കിലും ഒരൊറ്റ ഫുൾ സ്റ്റോപ്പ് പോലും ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരൊറ്റ വലിയൊരു സെന്റൻസ് ഇങ്ങനെ ഫ്ലോ ചെയ്തു പോകുന്നത് പോലെയാണ് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ അവർ എഴുതിയിട്ടുള്ളത്. ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ബ്രെത്ത്ലെസ്നെസ് ആൻഡ് പാനിക് ദാറ്റ് റിഫ്ലക്ട്സ് ദി ടെറർ ഫേസ്ഡ് ബൈ ദി വിക്ടിംസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ഗ്രാമീണർ ആക്രമിക്കപ്പെടുന്ന ഒരു രംഗമാണ് വിവരിക്കുന്നത്. അപ്പോ ആ ഒരു നിമിഷത്തിലുള്ള ആ ഒരു പാനിക്കിന്റെയും അതുപോലെ തന്നെ ബ്രെത്ത്ലെസ്നെസിന്റെയും, ശ്വാസം എടുക്കാൻ കഴിയാതെ പാനിക് ആവുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇതിനെ നിർത്താതെ വായിച്ചു പോകുന്ന അവസരത്തിൽ നമുക്ക് ലഭിക്കുക. അപ്പോ അത്തരത്തില് ആ ഒരു സംഭവത്തിന്റെ ഒരു തുടർച്ച, ആ ഒരു തീ ആളിപ്പടരുന്ന ഒരു ഫീല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നരേറ്റീവ് സ്റ്റൈലിൽ അവർ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ദ നരേഷൻ ഈസ് ഡീപ്ലി വിഷ്വൽ ആൻഡ് ഗ്രാഫിക്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ വിഷ്വൽ ഗ്രാഫിക് ആയിട്ടുള്ള നരേറ്റീവ് ആണ്. അതായത് അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഫോഴ്സസ് റീഡേഴ്സ് ടു കൺഫ്രണ്ട് ദ ബ്രൂട്ടാലിറ്റി ഓഫ് കാസ്റ്റ് വയലൻസ്. അപ്പൊ അവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ എത്രമാത്രം ക്രൂരമായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് വായനക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഈ ഒരു നരേറ്റീവ് വരുന്നത്. കന്ദസ്വാമി കമ്പൈൻസ് പോയറ്റിക് ലാംഗ്വേജ് വിത്ത് ഷോക്കിംഗ് റിയലിസം. എന്നാൽ അവരുടെ ഒരു പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ആ ഒരു ഷോക്കിംഗ് റിയലിസം ഒന്നും മറച്ചു വെക്കാതെ വളരെ വ്യക്തമായിട്ട് അവിടെ നടന്നിട്ടുള്ള ക്രൂരതകളെ കുറിച്ച് അവർ വെളിപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കാസ്റ്റ് വയലൻസിന്റെയും ഒപ്രഷന്റെയും ഒരു റിയൽ പിക്ചർ ഈ റീഡേഴ്സിന് ലഭിക്കുന്ന തരത്തിലാണ് അവർ ഈ നരേറ്റീവ് ചെയ്തിട്ടുള്ളത്. The narrative effectively uses a repetition, vivid imagery and relentless description. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു റിലൻലെസ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഒട്ടും മറച്ചു വെക്കാതെ പൂർണ്ണമായിട്ടും ആ ക്രൂരതയെ കുറിച്ച് അവർ എഴുതുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു ഇമേജറിയും അതുപോലെ തന്നെ റിപ്പീറ്റേഷനും എല്ലാം അവർ ഈ നരേറ്റീവ് ടെക്നിക്കിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ദിസ് സ്റ്റൈൽ മേക്സ് എ നരേറ്റീവ് ബോത്ത് ടെസ്റ്റിമോണി ആൻഡ് എ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അപ്പോൾ ഈ ഒരു നരേറ്റീവ് സ്റ്റൈലിലൂടെ അവർ അച്ചീവ് ചെയ്യുന്നത് ഒന്ന്, ആ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവത്തിനെ അവരിവിടെ രേഖപ്പെടുത്തുന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ രേഖപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഇതിനോടുള്ള ഒരു പ്രതിഷേധമായിട്ട് കൂടി ഈ ഒരു റൈറ്റിംഗ്സ് വരുന്നതിൽ ഈ ഒരു നരേറ്റീവ് ടെക്നിക്കും സ്റ്റൈലും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. Their lives go up in smoke, but all of them are too dead to notice this vital fact of existence. Elaborate. നമ്മുടെ ചാപ്റ്റർ എന്നുള്ളൊരു കോട്ടാണ്. അവരുടെ ജീവൻ ഒരു പുക പോലെ ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഈ ഒരു വസ്തുത മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരെല്ലാം മരിച്ചു പോയിരുന്നു എന്നാണ് പറയുന്നത്.
നമ്മളോട് ഈ ഒരു കോട്ടിന്റെ ഡീപ്പർ ആയിട്ടുള്ള ഒരു മീനിങ് എന്താന്ന രീതിയിലാണ് ചോദിക്കുന്നത്. The line captures the complete destruction caused by the Kilwanmani massacre. സ്വാഭാവികമായിട്ടും ആ കീഴ്വൺമണി മസാക്കറിന്റെ ആ ഒരു ദുരന്ത ചിത്രമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആളുകൾ ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ വിവരിക്കുന്നത്. It refers to the victims being burnt alive inside the hut until their bodies are reduced to ashes and smoke. അപ്പൊ അവരവിടെ ഇങ്ങനെ ആ തീപിടുത്തത്തിൽ മരണപ്പെടുന്ന ആ ഒരു രംഗമാണ്, അവരുടെ ജീവൻ ഇങ്ങനെ ഒരു പുക പോലെ ഉയർന്നു പോയി എന്ന് പറയുന്നത് ആ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വിവരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സിംബോളിക്കലി ദ ലൈൻ ഓൾസോ റെഫേഴ്സ് ടു ദ ഫ്രെജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള മീനിങ് നോക്കുകയാണെങ്കിൽ ഫ്രെജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യരുടെ ജീവൻ എന്ന് പറയുന്നത് എത്രമാത്രം ദുർബലമാണ്, ഏത് നിമിഷത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കഴിയാവുന്ന തരത്തിൽ തീർത്തും ദുർബലമാണ് നമ്മുടെയൊക്കെ ജീവൻ എന്ന തരത്തിലുള്ള ഒരു റെഫറിങ് ഇവിടെ വരുന്നുണ്ട്. The vital fact of existence that life is too short and fragile remains unnoticed. അതായത് നമ്മുടെയൊക്കെ ജീവൻ എന്ന് പറയുന്നത് ഇത്രയും ദുർബലവും അതുപോലെ തന്നെ ഇത്രയും ഷോർട്ടുമാണ്, നമുക്ക് എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം ഇവിടെ പറയുന്നുണ്ട്. ഈ മരണപ്പെടുന്ന വ്യക്തികൾ മാത്രമല്ല, ആ അക്രമകാരികളായിട്ടുള്ള ആളുകൾ പോലും ഇത് ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മുടെയൊക്കെ ജീവൻ ഇത്രയും ദുർബലമാണ്, നമ്മൾക്ക് ഏത് നിമിഷവും മരിക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ ജാതിയുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ ഒക്കെ പേരിൽ പരസ്പരം ഇങ്ങനെ വഴക്കിടുന്ന, ഇങ്ങനെ അക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഇല്ലാതെ ആളുകൾ തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതാണ്. അപ്പോ നമ്മുടെയൊക്കെ ജീവൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു റെഫറിങ് കൂടി ഈ ഒരു ലൈനിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Thus, the line is effective in multiple ways. അത്തരത്തിൽ പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് ഈ ഒരു ലൈനിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഹൊറർ ഓഫ് ദ ട്രാജഡി. ഒന്ന് സ്വാഭാവികമായിട്ടും ആ ഒരു ട്രാജഡിയുടെ ഒരു വിവരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇറ്റ് ഓൾസോ ക്രിട്ടിസൈസസ് എ സൊസൈറ്റി ദാറ്റ് ഈസ് ബ്ലൈൻഡഡ് ബൈ കാസ്റ്റ് ആൻഡ് അതർ prejudices ടു സീ ദ ട്രൂത്ത് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതായത് ഈ ഒരു സമൂഹം ജാതിയും മതവും മറ്റു കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ അന്ധമായി പോയിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു സത്യം, യാഥാർത്ഥ്യം, നമ്മുടെയൊക്കെ ജീവൻ എന്ന് പറയുന്നത് ഇത്രയും ദുർബലമാണ്, ഏത് നിമിഷവും നഷ്ടപ്പെട്ടേക്കാവുന്നതാണ്, അതുകൊണ്ടുള്ള സമയത്ത് പരസ്പരം സ്നേഹത്തോടെ കഴിയണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജാതിയുടെയും മതത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ അന്ധത ബാധിച്ചുകൊണ്ട് ആളുകൾ കാണുന്നില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ഒരു കോട്ടിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, justify Meena Kandaswamy's use of graphic detailing of the scenes from the Fateful Night. അപ്പൊ ഈ നോവലിന്റെ ഒരു സവിശേഷത നമ്മൾ നേരത്തെ പറഞ്ഞതിലെ ഗ്രാഫിക് ഡീറ്റെയിലിംഗ് ആണ്. അതായത് അവിടെ നടക്കുന്ന ആ ഒരു അക്രമ സംഭവത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ഡിസ്റ്റർബ് ആവുന്ന തരത്തിലുള്ള രീതിയിൽ അവതരണമാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവതരണത്തിന്റെ കാരണം എന്താണ്, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. Meena Kandaswamy uses graphic and disturbing details to portray the Kilwanmani massacre. It has both emotional and political force. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ ഈ ഒരു സംഭവത്തെ ഇങ്ങനെ ഒരു ഗ്രാഫിക് ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതിന് ഒരേ സമയത്ത് ഇമോഷണൽ ആയിട്ടൊരു ഫോഴ്സ് ഉണ്ട്, അതേ സമയത്ത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫോഴ്സും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The horrifying descriptions of burning bodies, screaming victims, and shattered families serve an important literary and political purpose. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ലിറ്റററി ചോയ്സ് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ചോയ്സ് കൂടിയായിട്ട് നമുക്ക് ഇത് കാണാൻ സാധിക്കും. They make readers confront the cruelty of caste violence directly. ഒന്ന് പ്രധാനമായിട്ടും എത്ര ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്, പ്രത്യേകിച്ചും ജാതിയുടെയും മറ്റുമൊക്കെ പേരിൽ എത്ര ക്രൂരമായിട്ടുള്ള അക്രമങ്ങളാണ് നടന്നിട്ടുള്ളത് റീഡേഴ്സിന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഈ ഒരു ഗ്രാഫിക് ഡീറ്റെയിലിംഗിന്റെ ഉദ്ദേശമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. A soft or restrained narration would weaken the reality of the massacre. അപ്പോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസിലേക്ക് അവർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ അറിയും, പക്ഷേ ആ ഒരു ക്രൂരതയുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. The narration describes the fire, the collapsing bodies, the cracking bones, and the cries of trapped victims in painful detail. അപ്പൊ നരേഷനകത്ത് നമുക്കറിയാം ആ ഒരു തീപിടുത്തത്തിന്റെ ഒരു വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ആളുകളുടെ നിലവിളി, അവരുടെ എല്ല് പൊട്ടുന്ന ശബ്ദം, അവരുടെ കരച്ചിൽ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസോട് കൂടിയിട്ട്, പെയിൻഫുൾ ആയിട്ട് ഡീറ്റെയിലോട് കൂടിയിട്ടാണ് അവരിത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇറ്റ് ഫോഴ്സസ് റീഡേഴ്സ് ടു വിറ്റ്നസ് ദ ബ്രൂട്ടാലിറ്റി ദാറ്റ് ഹിസ്റ്ററി ഓഫൻ ഇഗ്നോർസ് ഓർ ഹൈഡ്സ്.
അപ്പോ ആ ഒരു ക്രൂരതയുടെ നേർചിത്രം നമുക്ക് ഇവിടെ ഈ ഒരു വിവരണത്തിലൂടെ അവർ അവതരിപ്പിച്ചു തരുന്നു. കാരണം ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുക കീഴ്വൺമണി എന്ന് പറയുന്ന ഒരു മസാക്കർ 1968 നടന്നു, ഇത്ര പേര് കൊല്ലപ്പെട്ടു എന്നൊക്കെ നമുക്ക് ആ വിവരം നമുക്ക് ലഭിക്കും. പക്ഷേ ആ വിവരത്തിന് അപ്പുറത്തേക്ക് അതിലുള്ള ഒരു ക്രൂരതയുടെ നേർചിത്രം ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ അവർക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. The detailed narration also reflects the emotional chaos of the night itself. The long flowing sentences, lack of pauses, and repetitive descriptions create breathlessness and panic. പിന്നെ ഇവിടെ നരേറ്റീവ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു ഫുൾ സ്റ്റോപ്പുകൾ ഒന്നും ഇല്ലാതെ ഒരു ഫ്ലോ ആയിട്ടാണ് ആ ഒരു ചാപ്റ്റർ മുഴുവൻ എഴുതിയിട്ടുള്ളത്. അത് തന്നെ ആ ഒരു സിറ്റുവേഷനിലുള്ള ആ ഒരു ശ്വാസം ലഭിക്കാത്ത പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ റിസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് മേക്സ് റീഡേഴ്സ് ഫീൽ ദ ടെറർ എക്സ്പീരിയൻസ്ഡ് ബൈ ദോസ് ട്രാപ്ഡ് ഇൻസൈഡ് ദ ഹട്ട്. അപ്പോ ഈ ഒരു നരേറ്റീവ് സ്റ്റൈൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകളിലും അതുപോലെ തന്നെ വാചകങ്ങളിലും മാത്രമല്ല, ഈ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു നരേറ്റീവ് സ്റ്റൈലിലൂടെ അതിൽ കൂടിയും അവിടെ നടന്നിട്ടുള്ള ആ ഒരു ടെറർ അവര് ഇങ്ങനെ റിസംബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മൾ കാണുന്നു. Another reason for the graphic detailing is to expose the inhumanity of the oppressors. ഇനി അവിടെയുള്ള ആളുകൾ എത്രമാത്രം ദുരിതം അനുഭവിച്ചു എന്നുള്ള കാര്യം അവതരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ അക്രമകാരികളായിട്ടുള്ള ആളുകൾ എത്രയും മനുഷ്യത്വമില്ലാത്ത ആളുകളാ എന്നുള്ളത് പ്രകടിപ്പിക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ഉദ്ദേശമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. The cruelty of the landlords and mob members reveal how caste hatred can destroy compassion and morality. അപ്പോ അവിടെയുള്ള ആ അക്രമകാരികളുടെ ഒരു ക്രൂരത, ഈ ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ ഒക്കെ പേരിൽ ഉണ്ടാവുന്ന ഈ ഒരു വെറുപ്പ് എത്രമാത്രം ആളുകളുടെ ഈ ഒരു ധാർമ്മികതയും മനുഷ്യത്വവും ഇല്ലാതാക്കുന്നു എന്നുള്ളതിന്റെ ചിത്രമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് ആ നോവലിനകത്ത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ രക്ഷിക്കാനുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് കുഞ്ഞിനെ പുറത്ത് ഇടുന്ന സമയത്ത് ഒരു കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാതെ ആ അക്രമകാരികൾ പെരുമാറുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിന്റെ സമ്മറിക്കകത്ത് പറഞ്ഞിരുന്നു. സോ അത്തരത്തില് ഇവിടെയുള്ള ആളുകൾ അനുഭവിച്ചിട്ടുള്ള വേദന പ്രകടിപ്പിക്കുക എന്നതിന്റെ കൂടെ തന്നെ എത്രമാത്രം മനുഷ്യത്വരഹിതരായിരുന്നു അക്രമകാരികൾ എന്നുള്ള കാര്യം വിളിച്ചു പറയുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാം. ദസ് കന്ദസ്വാമിസ് ഗ്രാഫിക് ഡീറ്റെയിലിംഗ് ഇസ് ഫുള്ളി ജസ്റ്റിഫൈഡ്. അത്തരത്തില് ഈ ഒരു ഗ്രാഫിക് ഡീറ്റെയിലിംഗ് ജസ്റ്റിഫൈഡ് ആണ് എന്ന് നമുക്ക് പറയാം. It preserves the memory of the victims, challenges social indifference, and condemns caste oppression with honesty and intensity. അപ്പോ ഈ ഒരു സംഭവത്തെയും അതുപോലെ തന്നെ അവിടെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഓർമ്മയും ഇതിലൂടെ അവര് സംരക്ഷിക്കുന്നു. അതുകൂടാതെ ഈ ഒരു സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ചിന്താഗതികളെയും അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റ് ഒപ്രഷനെയും എല്ലാം അവര് ഇവിടെ വിമർശിക്കുന്നതായിട്ടും എതിർക്കുന്നതായിട്ടും നമുക്ക് കാണാം. അത്തരത്തിൽ ഈ ഒരു ഗ്രാഫിക് ഡീറ്റെയിലിംഗ് ജസ്റ്റിഫൈഡ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇതില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ നോവലിസ്റ്റ് അഡ്രസ് സോഷ്യൽ ഇൻജസ്റ്റിസ്, particularly regarding caste discrimination and violence against marginalized communities? ഈ നോവലിനകത്ത് എങ്ങനെയാണ് നോവലിസ്റ്റ് ഈ സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹിക അസമത്വം എന്നൊരു വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ജാതി വിവേചനവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഈ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയോടുള്ള വയലൻസുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ഒരു സാമൂഹിക അസമത്വത്തെ ഈ നോവലിനകത്ത് എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഇൻ ദ ജിപ്സി ഗോഡസ്, Meena Kandasamy powerfully addresses the social injustice by exposing the realities of caste discrimination and violence against marginalized communities. അപ്പൊ ഈ നോവലിനകത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെയും അതുപോലെ തന്നെ വയലൻസിന്റെയും എല്ലാം ഒരു ചിത്രം ഈ നോവലിനകത്ത് എക്സ്പോസ് ചെയ്യുന്നത് നമുക്ക് കാണാം. The novel is based on the Kirwanmani massacre of 1968, where Dalit agricultural laborers were brutally burnt alive by landlords. ഇനി ഈ നോവല് ആസ്പദമാക്കിയിരിക്കുന്നത് നമുക്കറിയാം 1968 കീഴ്വൺമണി മസാക്കർ എന്ന സംഭവത്തെ കുറിച്ചിട്ടാണ്. കൂലി കൂട്ടി ചോദിച്ചതിന്റെ പേരിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കർഷക തൊഴിലാളികളെ ഈ ഭൂ ഉടമകളും ജന്മിമാരും എല്ലാം ചേർന്ന് ആക്രമിക്കുന്ന ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ നോവല് രചിച്ചിട്ടുള്ളത്. The novelist shows that the victims were not attacked randomly. ഇനി പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ദേഷ്യത്തിന്റെയോ സംഘർഷത്തിന്റെയോ ഭാഗമായിട്ടല്ല ഈ സംഭവം നടന്നിട്ടുള്ളത്, ആസൂത്രിതമായിട്ട് ഇവരെ ആക്രമിക്കുക എന്നുള്ള കാര്യം ഈ നോവലിനകത്ത് കാണിക്കുന്നുണ്ട്. They were targeted
because they belong to oppressed caste communities and have demanded fair wages and dignity. അപ്പൊ ഈ അക്രമത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്നലെ വരെ ഇവര് പറയുന്നത് കേട്ട് ജന്മിമാരും മുതലാളിമാരും പറയുന്നത് കേട്ട് നിന്നിരുന്ന ഈ ആളുകൾ അവരോട് കൂലി കൂട്ടി ചോദിക്കാൻ ധൈര്യം കാണിച്ചു, സമരം ചെയ്യാൻ ധൈര്യം കാണിച്ചു എന്ന് പറയുന്ന ആ ഒരു വിഷയവും കൂടാതെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ജാതി വിവേചനവും മറ്റുമൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ നോവലിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. The struggle for basic rights threatened the authority of the landlords. This connection between caste and the class oppression is central to the novel. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ബേസിക് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു അവകാശവാദം പോലും ഈ ജന്മിമാരും അതുപോലെ തന്നെ ഭൂവുടമകളുമായിട്ടുള്ള ആളുകൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ഇന്ത്യൻ സാഹചര്യത്തിനകത്ത് ഈ ഒരു കാസ്റ്റും ക്ലാസും തമ്മിലൊരു കണക്ഷൻ, അതായത് ജാതിയും ആളുകളെ തൊഴിലും തമ്മിലുള്ള ഒരു ബന്ധം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൂഷണങ്ങൾ, അടിച്ചമർത്തലുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ നോവലിനകത്ത് വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നോവൽ ഓൾസോ ഹൈലൈറ്റ്സ് ഹൗ വയലൻസ് ബിക്കംസ് എ ടൂൾ ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഹൈറാർക്കി. ഇനി സോഷ്യൽ ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി വയലൻസ് ഒരു ടൂളായി ഉപയോഗിക്കുന്നതിനെ ഈ നോവലിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്ക് സോഷ്യൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ സമൂഹത്തിനകത്ത് ചില ആളുകൾ ഉയർന്ന ആളുകളും ചില ആളുകൾ താഴ്ന്ന ആളുകളും, അത് ജാതിയുടെയോ തൊഴിലിന്റെയോ ഒക്കെ പേരിൽ ഇങ്ങനെ ആളുകളെ തരംതിരിക്കുന്ന സംവിധാനം, അത് നിലനിർത്തുന്നതിന് വേണ്ടി വയലൻസ് ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നോവലിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. The landlords and their supporters use terror to silence resistance. ഇവിടെ ഈ ലാൻഡ് ലോഡ്സ്, അതായത് ഭൂവുടമകള്, ജന്മിമാരായിട്ടുള്ള ആളുകൾ, അവർക്കെതിരെ ഉണ്ടാവുന്ന പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കാൻ വേണ്ടി അക്രമം ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. ദ ബേണിംഗ് ഓഫ് ദ ഹട്ട്, ദ മർഡർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് എൻറ്റയർ ഫാമിലീസ് റിവീൽ ദി എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി ഫേസ്ഡ് ബൈ ദളിറ്റ്സ്. അതുകൂടാതെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ കാണുന്ന ആ ഒരു അക്രമ സംഭവം എത്ര ക്രൂരമായിട്ടാണ് അവിടെ കുട്ടികൾ എന്നുപോലും വ്യത്യാസമില്ലാതെ ഇവരെ ആക്രമിച്ച സംഭവങ്ങളെല്ലാം തന്നെ ഇതിന്റെ പേരിൽ നടക്കുന്ന ക്രൂരതയുടെ ഈ ചിത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. Another important aspect of the novel is its criticism of official systems and public indifference. ഇനി മറ്റൊരു കാര്യം നമുക്ക് നോവലിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ക്രിറ്റിസിസം ഓഫ് ഒഫീഷ്യൽ സിസ്റ്റംസ്, അതായത് ഈ അധികാരികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തുള്ള നിസ്സംഗതയെ കുറിച്ചിട്ട് ഈ നോവലിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സംഭവത്തിൽ തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം പിറ്റേ ദിവസം രാവിലെ മാത്രമാണ് അവിടെ എത്തുന്നുള്ള കാര്യമൊക്കെ ഈ നോവലിനകത്ത് പറഞ്ഞിരുന്നു. സോ അത്തരത്തിൽ ഉള്ള ഒരു ഇൻഡിഫറൻസിനെ കുറിച്ചിട്ടും ഇവിടെ പറയുന്നുണ്ട്. The police procedures, photography of corpses, and formal counting of bodies show how institutions often reduce human tragedy to administrative routine. ഇനി അവിടെ എത്തിയിട്ടുള്ള പോലീസുകാരും മറ്റുമൊക്കെ അവിടെ ഫോട്ടോസ് എടുക്കുന്നത്, അവരുടെ ഈ മരണപ്പെട്ട ആളുകളുടെ എണ്ണം എടുക്കുന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ടാണ് അവർ ചെയ്ത് തീർക്കുന്നത്. മറിച്ച് ഇവരോട് യാതൊരുവിധ കരുണയോ അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാനുള്ള ഇടപെടലോ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവിടെ കാണുന്നു. Thus, the novel becomes both a memorial to the victims and a strong protest against the caste discrimination, social inequality, and violence directed at vulnerable communities in Indian society. അപ്പൊ അത്തരത്തില് ഈ നോവൽ എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ ഈ വിക്ടിംസിനുള്ള ഒരു മെമ്മോറിയൽ ആയിട്ട് നമുക്ക് കാണാം, അതേ സമയത്ത് തന്നെ ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും സോഷ്യൽ ഇനീക്വാലിറ്റിക്കും എതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് കൂടി നമുക്ക് ഈ നോവലിനെ കാണാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.